ഇപ്പോൾ കായിക നിരീക്ഷകൻ ദേവദാസ് കൂടെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദേവദാസ്, 2020 ലോകകപ്പിനായുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ മലയാളികൾക്ക് ഏറെ അഭിമാനമായി ഇപ്പോൾ സഞ്ജു സാംസൺ ആദ്യ 11-ൽ ഇടം പിടിച്ചു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. താങ്കൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഡിസേർവിംഗ് ആളാണ് സഞ്ജു സാംസൺ. എപ്പോ കൊടുക്കേണ്ടതാണ് സഞ്ജു സാംസണ്. പക്ഷേ ഇതിങ്ങനെ വൈകിട്ടാണ് ഇങ്ങനെയാക്കിയത്. ഏറ്റവും സന്തോഷം, ഏറ്റവും ഫസ്റ്റ് കീപ്പർ ബാറ്ററായിട്ടും വൈസ് ക്യാപ്റ്റനായിട്ട് വരെ സഞ്ജു ടീമിൽ വേണ്ടിയാണ് ഈ ടൈമിൽ. എല്ലാവരും കണ്ടില്ലേ IPL ക്യാപ്റ്റൻസി, ഏറ്റവും നല്ല ക്യാപ്റ്റൻസി. പിന്നെ മാച്ച് വിന്നർ, മറ്റേ രാഹുല് ഋഷഭ് പന്തെല്ലാം ബാറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. സഞ്ജു സാംസൺ 12 കൊല്ലം, കൃത്യമായിട്ട് പറഞ്ഞാൽ 11 കൊല്ലം, 2013 IPL ബെസ്റ്റ് യങ് കീപ്പറായിട്ട് കയറി 2016 മുതൽ സ്ഥിരമായിട്ട് ഫസ്റ്റ് കീപ്പർ അവന്റെ ആളെയാണ് തഴഞ്ഞ് ഈ പ്രാവശ്യം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അവര് വൈസ് ക്യാപ്റ്റൻ വേറെ ആളെയാക്കി, അല്ലെങ്കിൽ വേറെ ആളെയാക്കി, എന്നിട്ട് സഞ്ജുവിനെ തഴയാണത്. പക്ഷെ സഞ്ജുവിനെ പറയേണ്ടത് ഇപ്പൊ ഋഷഭ് പന്ത് ആക്സിഡന്റ് തിരിച്ചു വന്നു എന്നല്ല പറഞ്ഞത്. സഞ്ജു എന്ന ബാറ്ററുടെയും ഇത് വെറും ഒരു തിരിച്ചുവരവല്ല, ഒരു അത്ഭുത തിരിച്ചുവരവാണ് സഞ്ജു നടത്തിയിരിക്കുന്നത്. അതൊരു മാച്ച് വിന്നറായിട്ട് ഇനി സഞ്ജു വേൾഡ് കപ്പ് കൊണ്ടുവരാൻ പറ്റിയ ഒരു ടീം അംഗമായിട്ട് മാറിയിരിക്കുന്നു. ഇങ്ങനെ യൂസ് ചെയ്യുന്ന അല്ല, വെറുതെ റിസർവിലേക്കൊന്നും ഇത് ജോക്കർ പാക്ക് BCCI KC ഒന്നും ചെയ്തില്ല ഇതുവരെ. സഞ്ജു ഒറ്റക്ക് പൊരുതി ഇവരുടെ എല്ലാ കളികളെയും തകർത്തുകൊണ്ട് വന്നെന്ന്. 11 കൊല്ലമായി ഈ പൊരുതല്. ഒരു ICC ടൂർണമെന്റിലും എടുക്കാണ്ട് പല കളി, ഏകദിനത്തിൽ കഴിഞ്ഞ ലോകകപ്പ് പോണ്ടിയ. അപ്പൊ ദിനേശ് കാർത്തിക്കിനെ എടുക്കും, ഈ വയസ്സായ ടീമിനെ എടുക്കും, ഇവരെ കുറെ പാർട്ട് ടൈം കീപ്പേഴ്സിനെ എടുത്തു. രാഹുലിന് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി. എന്നിട്ടും കഴിഞ്ഞ പ്രാവശ്യം സൗത്ത് ആഫ്രിക്കൻ അടുത്ത ഏകദിന മത്സരം, അവസാന മത്സരം സെഞ്ചുറിയോടെ നേടിയിട്ട് ഇരിക്കുവാണ് ലോകകപ്പ് കഴിഞ്ഞിട്ട്. സാംസൺ ഒരു മെർക്യൂറിയൽ ടാലന്റ് ആണ്. രോഹിത് ശർമ്മ കഴിഞ്ഞ സ്ട്രോക്ക് മേക്കിംഗിൽ ഏറ്റവും നല്ല ടാലന്റ് ആണ് ഇന്ത്യൻ ടീമിലുള്ളത്. പക്ഷെ അവർ ജോക്കർ പാക്ക് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടു നിന്നു. പക്ഷെ സഞ്ജുവിനെ ഒഴിവാക്കാൻ പറ്റാത്ത വിധം 9 കളിയിൽ 8 കളി IPL ജയിച്ചതിൽ 4 കളിയിൽ സെഞ്ചുറി പാർട്ട്ണർഷിപ്പിൽ സഞ്ജുവിന്റെ മാർക്കാണ്. ഒരു കളിയിൽ 93 റൺസ്, പാർട്ട്ണർഷിപ്പ് 385 റൺസ്, കീപ്പിംഗ് ബാങ്ക് 3 ഫോർമാറ്റിലും. ഇത് മാത്രമല്ല വേണ്ടത്. എന്റെ ഒരു 4 കൊല്ലമായിട്ട് 3 ഫോർമാറ്റിലും ഫസ്റ്റ് കീപ്പർ ബാറ്ററാക്കുന്നതാണ്. ഇവർ ജോക്കപ്പ്, കുറെ ഭരത്, ഇഷാൻ കിഷൻ, പ്രഭ് സിമ്രാൻ സിംഗ്, ജിതേന്ദ്ര ശർമ്മ, അവരെല്ലാം ഇവർക്ക് ഏറ്റവും നോക്കി ഇപ്രാവശ്യം ഇഷാൻ കിഷൻ എല്ലാം. എന്നിട്ട് അതിനെല്ലാം തകർത്തുകൊണ്ട് വൻ അഴിമതി തന്നെ ഇതിലുണ്ട്. സഞ്ജു സാംസന്റെ കീപ്പിങ്ങിനെ ഇവർ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഈ കാലം അത്രയും നടന്നതിൽ അതുപോലും അന്വേഷിക്കണം. പക്ഷെ സഞ്ജു സാംസന്റെ വരവ് എന്ന് പറഞ്ഞാൽ ഓൺ പ്യൂർ പെർഫോമൻസ്. അതാണ് ലാസ്റ്റ് കളിയിൽ ജയിച്ചപ്പോഴാണ് അലറിയത് എന്ന് പറഞ്ഞാൽ ആ സഞ്ജു സാംസൺ കാണിച്ചു കൊടുത്തിയാണ്. ഐ ആം എ മാച്ച് വിന്നർ അല്ലെ. ഇനി ടോപ്പ് ഓർഡർ ബാറ്ററി തന്നെ എടുക്കണം. ഇവരെ ഇറക്കുക, ഇവരെ കുറെ സിൽബന്തികളെ ഇങ്ങനെ ഫോട്ടോ പ്ലേയേഴ്സ് ആണ്. ബട്ട് സഞ്ജു സാംസൺ ഒരു വണ്ടർ ടാലന്റ് ആണ് എന്ന് പറഞ്ഞാൽ വേൾഡ് ക്രിക്കറ്റ് എല്ലാവരും പറഞ്ഞാണ് അല്ലെ. നോട്ട് ഇൻ വേൾഡ് ക്രിക്കറ്റിലെ ഏറ്റവും നല്ല പണ്ട് നിങ്ങൾ ഓർക്കണം, കാൾ കൂപ്പർ എന്ന് പറഞ്ഞൊരു താരമുണ്ട്, വെസ്റ്റ് ഇന്ത്യൻ ഗ്രേറ്റ്, മെർക്യൂറിയൽ ടാലന്റാ. പക്ഷെ സ്ട്രോക്ക് മേക്കിംഗ് അതിനോട് ഏറ്റവും അതുപോലെ വേറെ ഒരു ബാറ്റർ വന്നിട്ടില്ല. ആ സ്റ്റൈലാണ് സഞ്ജു സാംസന്റെ ബാറ്റിംഗ്. ഇത് പവർ പ്ലേയിൽ ഏറ്റവും മികച്ച ഫസ്റ്റ് 6 ഓവേഴ്സിൽ ഇന്ത്യയുടെ ടോപ്പ് രോഹിത് ശർമ്മേന്റെ ഒപ്പം ഇറക്കുവോ അല്ലെ 1 ഡൗണിലേക്ക് തന്നെ വേണം സഞ്ജു. ആ പവർ പ്ലേയിൽ ഇത്രയും നല്ലൊരു പവർ പ്ലേ T20 ഇല്ല വേൾഡിൽ. ലേറ്റ് ആയിപ്പോയി, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ബട്ട് സഞ്ജുവിന്റെ കാലം വരാൻ പോകുന്നതാണ്. സഞ്ജു എന്ന് പറഞ്ഞാൽ റിയൽ ഇതിന്റെ കുറെ ആള് പുറത്താക്കി പല റീസൺസ് പറഞ്ഞ് ചാൻസ് കൊടുത്താൽ തന്നെ ഇപ്പൊ 2-3 വണ്ടി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി കൊടുത്തിട്ട് പ്രഷർ സിറ്റുവേഷനിലാക്കിയിട്ട് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഗവേഷണം നടത്തുന്ന ഏഷ്യ ടീമിൽ പോലും പ്രഭ് സിമ്രാൻ സിംഗിനെയും ജിതേന്ദ്ര ശർമ്മനെയും വെച്ച് ആ ഗോൾഡ് പോലും പോക്കിയതാണ് ഇവർ. എത്ര കളിയിൽ ഫസ്റ്റ് കീപ്പറായിട്ട് പോകേണ്ടിയിരുന്നു. ടെസ്റ്റില് ഭരത്തിനെയെല്ലാം കൊണ്ടുവന്നിട്ടു. പ്രഭ് സിമ്രാൻ സിംഗ്, ജിതേന്ദ്ര ശർമ്മ, ഇഷാൻ കിഷൻ, ഋഷഭ് പന്തിന് ഇഞ്ചറി പറ്റിയിട്ട് ഫസ്റ്റ് കീപ്പറായിട്ട് പറഞ്ഞു നടന്നില്ല. അതിൽ എക്സ്പേർട്സും ഉണ്ട്. ഗവാസ്കർ, ഹർഷ ഭോഗ്ലെ, മറ്റേ ഇവർ സഞ്ജയ് മന്ത്രക്കല്ല തകർക്കാൻ വേണ്ടിയിട്ട് ഓർ ആദ്യം ഇറങ്ങും. സഞ്ജുവിന്റെ ഇതുപോലെ അതുപോലെ അതിൽ പെയ്ഡ് എക്സ്പേർട്സ് ആണ് അതിന് വേണ്ടി. പിന്നെ ഇന്ത്യ പ്രിന്റ് മീഡിയം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രിന്റ് മീഡിയം ഇംഗ്ലീഷ് എല്ലാം എന്ത് ചെയ്യുന്ന ആദ്യം രാഹുലാണ് ഇപ്പൊ ഫോമിൽ, സഞ്ജു അല്ല. നല്ല 2 ആഴ്ച മുമ്പേ അവര് രാഹുലിന് വേണ്ടിയിട്ട് ആക്കിയത്. പക്ഷേ
അതിനെല്ലാം തകർത്തുകൊണ്ട് മാച്ച് വിന്നറായിട്ട് ഓരോ ഇന്നിങ്സിലും ഈ സ്റ്റാൻഡാണ് ഇപ്രാവശ്യം കാണിച്ചത് വിത്ത് ക്യാപ്റ്റൻസി. ശരിക്കും വൈസ് ക്യാപ്റ്റൻ ആക്കേണ്ടതാണ്. അതാണ് എന്റെ സങ്കടം. സഞ്ജു മസ്റ്റ് ബി ദ വൈസ്. അതാണ് ഹർഭജൻ സിംഗ് പറഞ്ഞ ഇനി T20 സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയിട്ട് വളർത്തിക്കൊണ്ടുവരണം. ഭാവിയിലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മാറണം. രോഹിത് ശർമ്മ ശരിക്കും ഇപ്രാവശ്യം വരണ്ടല്ല കോഹ്ലിയത് 2022 ഇവർ നിർത്തിയതേനു. എന്നിട്ട് തിരിച്ചു വന്നത് ഈവൻ നിങ്ങൾ നോക്കണം ഇപ്രാവശ്യം ദിനേശ് കാർത്തിക് ഒരു 2 അടി അടിച്ചപ്പാണ് പറഞ്ഞു ഞാൻ തിരിച്ചു വരുന്നെന്ന് പറഞ്ഞപ്പോ റെഡിയായി. ഇവരെല്ലാം റെഡിയായി. പക്ഷെ സഞ്ജുവിന്റെ പെർഫോമൻസിനെ പിന്നെ മാറ്റി നിർത്താൻ പറ്റിയിട്ടില്ല. അവിടെയാണ് ഈ കളിയും പുറത്തെ കളിയിനെ എല്ലാം മാറ്റി ഒരു പെർഫോമൻസ് ഉണ്ട്. സ്ട്രോക്ക് മേക്കിംഗ്. ശരി, വളരെയധികം നന്ദി ശ്രീ ദേവദാസ്.